എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല വിഭവമാണ്. ഈ ഒരു വിഭവം കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടോടുകൂടി തന്നെ വലിച്ചു കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് നമുക്കുണ്ടാക്കി തന്നിരുന്നതാണ്. ഈ ഒരു വിഭവം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടവുമാണ്. ഇന്നിപ്പോ ഇതെല്ലാവരും ഈ ഒരു രുചി മറന്നിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഒരു രുചി മറക്കാത്ത എന്റെ കൂട്ടുകാർക്കും ഇതുവരെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ അരിക്കുറുക്ക് വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് പച്ചരി കുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രാം കണക്ക് പറയുവാണെങ്കിൽ 125 മില്ലിഗ്രാം അളവുണ്ട്. ഇത് നമുക്ക് ഈ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരി പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം അരി കുതിർന്ന് വരാനായിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അരി കഴുകിയതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ അരി കുതിർത്തിയിട്ട് തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പച്ചരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതുപോലൊരു അരമുറി നാളികേരം തിരുമിയെടുക്കാം. തിരുമിയെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് കുറച്ച് നാളികേരക്കുത്തൊന്ന് എടുത്ത് മാറ്റണം. പിന്നെ പച്ചരി കുതിർത്താൻ വെച്ചിട്ട് 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ പച്ചരി ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം കുതിർന്ന് വന്നിട്ടുള്ള പച്ചരി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ വളരെ മധുരം കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെക്കുവാണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച അരമുറി നാളികേരം തിരുമ്മിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു അരമുറി നാളികേരത്തിന് 3 ഭാഗമായിട്ട് മാറ്റിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. ഈ ഒരു ഭാഗം നാളികേരം നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ കുതിർത്തിയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 6 ഗ്ലാസ് പച്ചരിക്കുറുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ പാലൊക്കെ നീട്ടി നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 8 ഗ്ലാസ് അളവിലുണ്ടാകും. അങ്ങനെ പച്ചരി മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരത്തിന്റെ ഒരു ഭാഗം ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പച്ചരിയും തേങ്ങയും ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ശർക്കര പാനിയും നല്ലപോലെ തന്നെ തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. ശർക്കര പാനി നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് കുറുക്ക് തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. പാത്രം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ടും. അരി അരച്ചെടുക്കുമ്പോൾ തരിതരിപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ തീയായി മാറും. അപ്പം അത് നിങ്ങൾക്ക് വീണ്ടും അത് മെൽറ്റാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരച്ച അരി നല്ലതുപോലെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ടിയായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് കരണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഇരുട്ടായിട്ടാണ് ഉള്ളത്. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കട്ടയുണ്ട്. കട്ടയൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു 1/2 ലിറ്റർ അളവുണ്ട്. നമുക്ക് നല്ല ലൂസായിട്ടാണ് ഇത് വേണ്ടത്. അതുകൊണ്ട് നല്ലപോലെ ലൂസാക്കി വേണം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. വീണ്ടും ഇതെല്ലാം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ലൂസാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കുറുക്ക് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കട്ടിയാവാൻ സാധ്യത കൂടുതലാണ്. ഇതിലേക്ക് ഈ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം വെട്ടി തിളച്ച് വരണം. അതുവരെയും നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും
നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അധികമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരക്കുത്തൊന്ന് വറുത്തിടണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നാളികേരക്കുത്ത് ചേർക്കാം. നാളികേരക്കുത്തൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്നൊന്ന് മൂടി കൂടെ വെച്ച് കൊടുക്കാം. നാളികേരക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പാലാണ്. ഇത് പശുവും പാലാണ്. ഈ ഒരു പാല് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അരിക്കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.